السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. أمير المؤمنين في الحديث. ഹദീസുകളിലെ അമീറായിരുന്നു മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു വളരെയധികം ആഴത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ ഉറവിടമായിരുന്നു. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാമും ധാരാളമായി വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും ഇൽമുകളെ നാഫിയാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നാം ശ്രമിക്കുക. അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈൻ, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം പണം നൽകി, ആ പണത്തെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. സമൂഹത്തിലെ പാപങ്ങളെ സഹായിക്കുവാനും പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി ചെലവഴിക്കുകയും ചെയ്യും. വേറൊരാൾക്ക് അല്ലാഹു തആല ധാരാളം വിജ്ഞാനങ്ങളെ നൽകി, ആ വിജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് രാവും പകലുമായി ജനങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുവാനും അവർക്ക് ഇൽമു പകർന്നു കൊടുക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾക്കല്ലാതെ ഒരാളോട് ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നാം ഹസദ് വെച്ചാൽ തീ വിറകിനെ കരിച്ചു കളയുന്നത് പോലെ ഹസദ് എന്നുള്ളത് എല്ലാ നന്മകളെയും കരിച്ചു കളയുമെന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാം ഹസദ്, കിബ്ർ, റിയാ പോലത്തവയിൽ നിന്നെല്ലാം നാം വിട്ടുനിൽക്കുകയും നല്ല ഹൃദയങ്ങളുടെ ഉടമയാളായിട്ട് നാം തീരുവാനും നാം ശ്രമിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.